എനിക്ക് മനസ്സിലായി ആ വെളിച്ചമല്ല അതെന്റെ കണ്ണി കണ്ണലില്ല. ഞാൻ ഇരുട്ടത്തോട്ട് നോക്കുമ്പോഴേ രണ്ട് ലൈറ്റ് ഇങ്ങനെ കത്തി പോലെ വെളിച്ചം കാണും. എന്തിനൊക്കെയാണോ എന്തോ. എടാ ലെജൻഡ് ഇത് നമ്മളെ ക്ലാനിലുള്ള ആരെങ്കിലും ആണോ? ലെജൻഡിന്റെ സ്പെല്ലിംഗ് നീ ലീ ഏജന്റ് എന്നാണ്. ലേ ഏജന്റ് ആയിരിക്കൂടാ. ലേ അറേബ്യയൊക്കെ പോലെ. ഓ നോ പെയ്ഡ് പ്രൊമോഷൻസ്. ഞാൻ അത് ഓഫ് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത്. കടയിൽ തരുമോ ആൾക്കാർ അത് അന്വേഷിച്ചത്. ഓം രാം ഡെഫ അവൻ ലൂസിഫറിനെ കൊന്നു. ലോഞ്ച് ആവണത് 2-ാം തീയതി. എല്ലാ ഇൻഫ്ലുവൻസർമാരെയും സാരം ഇരിക്കും. എനിക്കാരും തന്നിട്ടോ. ഇവിടെ ഇത് മറ്റേ ടീമുണ്ട് എക്കോ. കൂപ്പ് കൈയുണ്ട്. അയൺ സ്പൈഡിയും കാണും മിക്കവാറും. അപ്പൊ യവന്മാരെ മീൻസ് ക്യാമറ കിറ്റ് 20,000 രൂപയെന്നല്ലേ പറഞ്ഞ? 22 കൂപ്പ് കൈ ഞാൻ പറഞ്ഞ. ഓ 2 കൂപ്പ് കൈ ഉണ്ട് കേട്ടാ. സിംഗിൾ കൂപ്പ് കൈ ഉണ്ട്, ഡബിൾ കൈ. അല്ലടാ 2 കൈ ഉണ്ടെങ്കിൽ കൂപ്പ് കൈ ആവുള്ളൂ. അപ്പൊ 2 കൂപ്പ് കൈ എങ്ങനെ വന്ന്? എന്റെ അടുത്താണാ? ഓ അതുകൊണ്ട് പിണങ്ങി അവരെ നോക്കിക്കൊണ്ട് നിന്നിട്ട് തിരിച്ചോടി. ഞാൻ നീ ഇവിടെ ഉണ്ടെന്ന് കണ്ടില്ല. എന്നോട് ക്ഷമിക്കൂ ജിന്നേച്ചി, എന്നോട് ക്ഷമിക്കൂ. ഒരു കഷ്ണം ബീഫ് ഞാൻ കൂടുതൽ വാങ്ങിച്ചുതരാം. മറ്റേ കൊച്ചു പിള്ളേരൊക്കെ വന്ന് നോക്കിക്കൊണ്ടിരിക്കൂല്ലേ, അതുപോലെ വന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് വെട്ടി തിരിച്ചൊരു പോകും. നീ എന്റെ ബോട്ടിലേക്കല്ലോ അല്ലേടാ. നീ ബോട്ടിനൊക്കെ ഒന്നും നടക്കാനുള്ളതല്ല, നീ പ്രോ ആണ്, മനസ്സിലാക്കി. കൂടുതൽ ഇവിടെ തന്നെ ഇറങ്ങിയത്. മെനുവിൽ ഏറ്റവും താഴെ പോയിട്ട് മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു. മുകളിലോട്ട് നോക്കിയപ്പോ ഫാന് കറങ്ങണം. ഈ ഇടക്കിടക്ക് സൗണ്ട് കേൾക്കാതെ അവൾ എന്തിനെന്നറിയോ സംഭവം? അവള് മ്യൂട്ട് ചെയ്തിട്ട് നമ്മളെ ചീത്ത വിളിക്കണേ. എന്നിട്ട് പറയും ഞാൻ പറഞ്ഞ കേട്ടില്ലേ. ശരിയാ, എനിക്ക് മുട്ട എന്തൊരു ലോഡി. അല്ലടാ ആനകളുണ്ട്. ഈ സ്രോയ ഒരിക്കൽ ചത്തതാണല്ലോ. തിരിച്ചു ഉപ്പ് കൈ കൊന്നതാണ് അവനെ. കൊന്നോ? എടി അവനെ വെടിവെക്കണേ, നീ വന്ന് കൊല്ലുവോ? മറ്റോ വന്നു. എനിക്ക് വയ്യാക്കില്ല മറ്റോ വന്ന് കൊന്നിട്ട് പോയാ. ഇതവിടെ 1 month വന്നു. ഈശ്വര, വണ്ടി വരുമ്പോ ഞാൻ ഇഗ്നേറ്റർ അടിച്ച് നിൽക്കുമല്ലോ മിക്കവാറും. അപ്പൊ വണ്ടി കത്തൂലേ? എന്തോ വണ്ടി കത്തൂ? നീക്കൂ. എല്ലാ ടീമും ഉണ്ടല്ലോ ഇന്ന്. അത് ഇടക്കിടക്ക് ഒരു ലോബി അങ്ങനെ വരൂലേ? നമ്മളെ നിലം തൊടാത്തൊരു കളിയാണ്. കഴിഞ്ഞ കളി നമ്മൾ ജയിച്ചില്ലേ? അങ്ങനെയാണ്, ജയിക്കുമ്പം നിലത്ത് നിൽക്കാത്തൊരു ലോബി. കഴിഞ്ഞ കളി കഷ്ടപ്പെട്ടാണ്. നീ ഒളിച്ചു നിക്കണത് എന്താണ്? അങ്ങനെയാണോ പാട്ട്? എന്തോ നീല പാടി. അങ്ങനെ എന്തോ ആണ്. അവിടെ വണ്ടി ഉണ്ടായിരുന്നു, ആരും എടുത്തില്ലായിരുന്നു. ഇവിടെ കിടന്നു
ആ മറ്റേ ജംഗ്ഷൻ്റെ അവിടെ താഴെ ഫാമിൻ്റെ താഴത്തെ ലെയറിൽ ഇവിടെ ഒരെണ്ണമുണ്ട്. സോംബിയുടെ അടുത്തോട്ട് പോകണതിൻ്റെ അവിടെ റോപ്പല്ല അപ്പുറത്ത് അറ്റോടെ സക്കൂറയിലൊക്കെയാണ് ഇവിടെ ഓവർ ഗ്രൗണ്ട് സക്കൂറ അവിടെ ആവറേജ് ആൻഡ് സ്പൈഡി ഉണ്ട് ഞാൻ പറഞ്ഞിട്ട്. ജിന്നേച്ചി പോയാ സോണിൻ്റെ അകത്തോട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാം. എനിക്ക് വണ്ടിയുടെ സൗണ്ട് സ്വിച്ച് ചെയ്തപ്പോ വരും വരും കുറച്ച് കഴിയുമ്പോൾ. നിനക്കും പോയാ? ആ വന്നല്ല. ഓ അപ്പൊ എല്ലാവർക്കും ഒന്നിച്ചു പോവോ? പച്ച ഡ്രോപ്പ് ഇപ്പൊ അടിച്ചാണല്ലോ. അത് അതെന്തൊരു പത്ത് എന്ത് ഓവർ ഗ്രൗണ്ട് നമുക്ക് അങ്ങ് വെളിയിലുള്ളത് ഹൈ ക്ലസ്റ്ററിന്റെ പ്ലേസ് കാലിയാ കാലിയാണ് അത്. ഓ അമ്മായി ഒരു ടീമാ. സോണിക്ക് ഇത്രയും വെളിയിൽ എന്തിനാ ഡ്രോപ്പ് കൊണ്ടിട്ടേക്കണം? ഓ സോണിനകത്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലേ. അവിടെയൊക്കെ ചിലപ്പോൾ ഭയങ്കര അടിയായിരിക്കും. പെർഫെക്റ്റ്. ഓ മൈ ഗോഡ്. നല്ല മോഡുമല്ലോ ഉണ്ട് ഇടയിൽ. ഫോണിലെങ്ങനെ പോകും? വന്ന വഴിയെ പോയപ്പോ ഓവർഗ്രൗണ്ടിലെ ഡ്രോപ്പ് ആരും 2 ഡ്രോപ്പ് ആയി എടുത്തില്ല. അത്ര അടി നടക്കുന്നു അറിയോ? നമ്മൾ നൈസിൽ വന്നിട്ട് ഡ്രോപ്പ് അവന്മാര് വിചാരിക്കണം എന്തോന്നറിയോ? അവന്മാരെ ഇതിലെ പോകാൻ പറ്റുമോ? അടിക്കും. നേരെ പോയാൽ മറ്റ് നേരെ പിന്നെ ഈ ഡ്രോപ്പ് കൂടെ എടുത്തു. ചെടി വിൽക്കത്തില്ല. ആളുണ്ടല്ലോ. ബോട്ടായിരിക്കൂലേ? ബോട്ട് ബോട്ട് എൻ്റെ അടുത്ത് ബോട്ട്. പോയാലേ അവിടെ നിൽക്കണ്ട. ഡ്രോപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കണോ? ഹെലികോപ്റ്റർ ഹോവർ ചെയ്യണേ. ചാടിയേ എവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വണ്ടി അവിടെ ഒരു വണ്ടി. അവിടെ ഫുൾ ടീം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാവേജറിനെ പിന്നെ ഇവിടെ ടാർ ഓടിച്ച് നിൽക്കുകയായിരുന്നു. ഇവിടെ കുറച്ച് എനിക്ക് കണ്ടുകൂടാ. അവിടെ കാണാം നമുക്ക് കാണാം. കാണാം പക്ഷെ അവന്മാര് കവറിൽ പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ സോൺ ഔട്ടാണ്. ഇന്നലെ മറ്റവന്മാര് ഫൈറ്റ് എടുത്ത പോലെ ആവും. നമുക്ക് സോണിൽ പോയിട്ട് ഫൈറ്റ് ചെയ്യണതാണ് നല്ലത്. നല്ല ഒരെണ്ണം കൊടുത്തതാണ്.
ആരടാ വണ്ടി ഫോൺ അടിക്കുന്നു? വരണടേ. നമ്മളെങ്ങനെ സോണി പോവും? അവളായിരുന്നാ? മലയുടെ മുകളിൽ കയറണ്ട. ഓ ഇവിടെ സൈഡിലൂടെ നിർത്തിയിട്ട് ആ വണ്ടി പറഞ്ഞ ഈ കൂടുതൽ ഡാമേജ് എടുത്ത് എന്തിനാണ് നിൽക്കാനല്ലേ? റിവ്യൂ ആവണ്ടേ? എടി നീ അവനെ റിവ്യൂ ചെയ്യൂല്ലേ? ഇങ്ങോട്ട് നീങ്ങി വരികയാണെങ്കിൽ എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ കവറിലാണ് നിൽക്കുന്നത്. പൂറ ഒറ്റയ്ക്ക് അങ്ങ് പോയാ ഗ്രനേഡ് ഞാനാണ് ഇടുന്നത്. പൂറ ഇനി ഉണ്ടാവുള്ളൂ. ഇനി ഉണ്ട്. അപ്പൊ അങ്ങ് താഴെയാണ്. അങ്ങനെ പട്ടി ഓട്ടിക്കാണ്. പട്ടി തിരിച്ചു വന്നു. ബൈ സ്റ്റേഷൻ്റെ അങ്ങോട്ട് ഓടിയല്ലേ അവൻ? സോൺ ഔട്ടിൽ പോണോ? വേണ്ട. ഓ മൈരി കാലിയ എവിടെ നിന്നടാ? ഇങ്ങോട്ട് അപ്പുറത്ത് റോഡിന്റെ അപ്പുറത്തേക്കാണ്. ബൈ സ്റ്റേഷന്റെ എതിരെ ചരിവിൽ കുറെ വീടുകളില്ലേ അവിടെ. അപ്പൊ എന്തിട്ട് എന്നെ അടിച്ചാ? ഡിഎൽക്യു അല്ലടാ, മറ്റേ മിസൈൽ എന്തെങ്കിലും വിട്ടതാ. സ്കൗട്ട് വന്നാടി ഒന്ന് മാറാം. പുഷ് പറഞ്ഞേ. നോക്കാണേ. ഇവിടെ 3 പേരുണ്ട്. 2 പേര് നോക്കാണ്. ഒരുത്തം കൂടി ഉള്ളത് 145 ഡയറക്ഷൻ. അതാണ് ചുവന്ന മാർക്കും. ഇല്ല ഇല്ല, അടുത്തേനടാ. ദൂരല്ല. താഴെ ഇറങ്ങി. ഗ്രനേഡ് എറി. അവിടെ സ്മോക്കിനകത്തോട്ട് നോക്കായിരുന്നു. തൊട്ടടുത്താണ്. വെസ്റ്റില്ല വെച്ച് പോയാൽ റീലോഡ്. വെസ്റ്റ് പോയി. ബാക്കിൽ നിന്ന് ഫുഡ് സ്റ്റെപ്പ്. വെസ്റ്റ് പോയി. വെസ്റ്റില്ല. എല്ലാരും വൈപ്പായ. ഞാൻ ജിന്നേച്ചിയോ? ദൈവം. ഇതാരി റീലോഡ്. വെസ്റ്റ് പോയി. അതൊക്കെ കളിച്ചത്. ഗ്രനേഡ് ഉണ്ടെങ്കിൽ എടുത്തോ. വെസ്റ്റ് വെച്ചു. ഫൈറ്റ് എടുക്കാൻ അത്രയും ദൂരെ പോകണ്ടേ? സോണിന്റെ വെളി പോടി വെച്ചു. അത്രയും പൊക്കി അറിയാതെ അവന്മാർ ഒരുത്തൻ ചത്താണ്. ബാക്കി 3 പേര് കാണും. അല്ല, ബാക്കി 2 പേരുണ്ട്. പട്ടി ഇടാ കുറെ. ആ ഓക്കെ. ഫ്രണ്ടിലുണ്ടേ ഒരുത്തി. അവൾ നോക്കിയതാ. നൈസ്. ഓ അവളൊരുത്തി എക്കോൻ അവൾ നോക്കിയതായിരുന്നു. 4-5-6-7 ഓർഡറിലല്ലേ? അവിടെ ഹോൾഡ് ചെയ്ത് കളിച്ചോണ്ട് കൊള്ളായിരുന്നു. എല്ലാവർക്കും നല്ല ഡാമേജ് ആണ്.